എടോ പന്ന റാസ്കൽ അറുമുഖം പിള്ളേ, തന്റെ മോളെ എനിക്ക് കെട്ടിച്ചെന്നില്ലെങ്കിൽ അടിച്ച് തന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും എന്ന് അങ്ങേരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ അങ്ങേര് തിരിച്ചൊരെണ്ണം നിന്റെ മോന്തക്കിട്ട് പൊട്ടിച്ചെന്നാലോ എന്ന് പേടിയായിരിക്കും. വെറുതെ എന്നെ കൊണ്ട് നീ ഈ കാര്യം ഏറ്റിരിക്കില്ലേ? ഞാൻ വെറുതെ കയറി ഓവർടേക്ക് ചെയ്ത് സംഗതി അലങ്കോലമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നീയാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് വിളിച്ചു പറയും പോലെ നാളെ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കില്ലേ? എപ്പോ എങ്ങനെ ഏത് വിധത്തിൽ തന്ത്രപരമായി അറുമുഖൻ ചേട്ടനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്റെ വാക്ക് വാക്കാം. ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ശങ്കരൻകുട്ടി തന്നെ ആയിരിക്കും. മുല്ലക്കൽ തറവാട്ടിലെ ഒന്നാം പാപ്പാൻ ശങ്കരൻകുട്ടി അറുമുഖം പിള്ളയുടെ മരുമോൻ. കൊള്ളാ, എല്ലാം ഒളിച്ചു വെച്ചിരിക്കല്ലേ. ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലല്ലേ? ഇത് സത്യം സത്യം സത്യം. ശരി, ഓക്കെ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അങ്ങേരെയും കൊല്ലും നിന്നെയും കൊല്ലും. എന്നിട്ട് അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് നാട് വിടും. പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണേ ആനത്തലയോളം ഇതേ നീ അവന് കൊണ്ടു കൊടുക്ക്. ആർക്ക്? ശങ്കരൻകുട്ടിക്ക്. ഓഹോ, ശങ്കരൻകുട്ടിക്ക് മാത്രമേ ഉള്ള, എനിക്കൊന്നുമില്ലേ? നിനക്ക് വേറെ ചിലതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യടാ, നിന്ന് കുണുങ്ങുന്ന കണ്ടില്ലേ? അല്ല മാവ, അവൻ എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? ആര്? അനന്തൻ, ശങ്കരൻകുട്ടി. എന്ന് സൂചിപ്പിച്ചെന്ന്? ഗായത്രിയുടെ വിവാഹക്കാര്യം. ഓഹോ, അതാണോ? ഒന്നും അറിയാത്ത പോലെ കള്ളൻ. ഗായത്രിയെ അവൻ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചിരിക്കല്ലേ? ആര്? ശങ്കരൻകുട്ടി. എപ്പോ സമ്മതിച്ചു? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം? നീ ഇത് കൊണ്ടുപോയി ശങ്കരൻകുട്ടിയുടെ കൈ കൊടുത്തിട്ട് ആനപ്പിണ്ടം വരാൻ നോക്ക്. ആനപ്പിണ്ടം ഉരുട്ടി തന്റെ വാക്കകത്തോട്ട് ഞാൻ വെച്ചിരുന്നാ ഒന്നുമില്ല. അല്ല, നീ പറഞ്ഞു ഞാൻ കേട്ടു. അത് നീ തന്നെ വായിലോട്ട് ഉരുട്ടി തിന്നാ മതി കേട്ടോ. കാലത്തേതാകുമ്പോ നല്ല മധുരമായിരിക്കും. കഴിച്ച നല്ല ശീലമല്ലേ? ഇതെന്താ തേങ്ങയൊക്കെ ആയിട്ട് കാലില് വീണേനെ സൂക്ഷിച്ചു വേണ്ടടാ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരിക. എല്ലാം മംഗളമായിട്ട് വരാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി നേരെ എങ്ങോട്ടാണ് പോണെന്നറിയോ? നിന്റെയും ഗായത്രിയുടെയും കാര്യം അറുമുഖൻ ചേട്ടനോട് പറയാൻ. എന്തു പറ്റിയടാ നിനക്ക്? ഒന്നും പറ്റാതിരിക്കാനാ ഇതിപ്പോ ഞാൻ തന്നത്. ഇനി എന്റെ കല്യാണക്കാരി ആരോടും നീ പറയണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചിതാഭസ്മം ഈ മുല്ലക്കൽ പുഴയിൽ ഒഴുക്കുന്നവരെ എനിക്കിനി ഉറക്കല്ലടാ. കുഞ്ഞാളാകെ അങ്ങ് മാറിപ്പോയല്ലോ. മദ്രാസിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ പോലെ ആവുമെന്ന് പറയുന്നത് ശരിയാണല്ലോ. അത് പോട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. നമ്മുടെ സ്റ്റേറ്റിൽ എത്തുന്നത് വരെ ജേണി ഓക്കെ ആയിരുന്നു. ബോർഡർ കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറി, ഹോ ഇറ്റ് ഈസ് ഹോറിബിൾ. റോഡുകളാണോ തോടുകളാണോ? ഓ മതി മതി, കുശലാന്വേഷണമൊക്കെ പിന്നെ മതി. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, വന്നു വല്ലതും കഴിക്കേ. വാ. എന്നെ വിളിച്ചു പറഞ്ഞു. എന്താ കാര്യം അച്ഛമാവാ? പറയാം, മോളിരിക്ക്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന കുട്ടികൾക്ക് അമ്മാവന്മാരോട് ഇത്രയും സ്നേഹവും വിനയവും കാണും അല്ലേ പരമേശ്വര? സംശയം എന്താ? വിളിച്ച കാര്യം പറഞ്ഞില്ല. അതാ പറഞ്ഞോണ്ട് വരുന്നത്. ഞങ്ങള് മോളുടെ ആരാ? അമ്മാവന്മാര് ആണല്ലോ. ഇന്നത്തെ ചുറ്റുപാടിൽ മോളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഞങ്ങൾക്ക്. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മോൾ ഈ തറവാട്ടിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ പല നല്ല കല്യാണ കാര്യങ്ങളും വന്നിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ഒടുവിൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങളെല്ലാം ചേർന്ന് ഒരു പോംവഴി കണ്ടെത്തി. ഗോപിയെ കൊണ്ട് മോളെ വിവാഹം കഴിപ്പിക്കുക. പിന്നെ കുഞ്ഞിനാളിലെ ഇവന്റെ മനസ്സിൽ മോളായിരുന്നെന്നാ ഇവൻ പറയുന്നത്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. മോളുടെ സമ്മതം മാത്രമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന് കരുതരുത്. അമ്മാമാരോട് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഒറ്റ വയ്ക്കണ്ട. ഒരു വിവരം പറയാനാ ഞാൻ വന്നത്. എന്നോടുള്ള വാശി തീർക്കാനാണോ ഗോപിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? ഞാൻ എന്തിനു നിങ്ങളോട് വാശി തീർക്കണം? നിങ്ങൾ എന്റെ ആരാ? കാര്യങ്ങളുടെ സത്യാവസ്ഥയെ കുറിച്ചറിയാൻ ഒരിക്കൽ പോലും വിനീത ശ്രമിച്ചിട്ടില്ല. ഈ അപമാനം ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഞാനിവിടെ കഴിയുന്ന എന്തിനാണെന്ന് അറിയാമോ? വിനീതയുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിവാഹമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്.
പരസ്പര ധാരണ അനുസരിച്ചുള്ള ഒരു സ്വത്ത് വീതം വയ്ക്കല്. ഒരുപക്ഷെ ഈ വിവാഹത്തിന് താൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകമാണെന്ന് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ തന്നെ കൊല ചെയ്യാനുള്ള പരിപാടി വരെ അമ്മാവന്മാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള സ്ലോ പോയ്സണിങ്. ഇതൊന്നും പോരെങ്കിൽ ഗോപികൃഷ്ണന് മദ്രാസിൽ വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്നുള്ള വിവരം തനിക്കറിയുമോ? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ഈ തറവാട്ടിനോട് കൂറുള്ളവർ ഇപ്പോഴും ഇവിടെ കഴിയുന്നുണ്ട്, അവകാശികളായിട്ടല്ല, ആശ്രിതരായിട്ട്. കൊള്ളാം, ധാരാളം ഹോംവർക്ക് നടത്തിയിരിക്കുന്നു. ഇത്തവണ എന്റെ സ്വത്തായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. ഇതിനെങ്ങനെയാ അനന്തുവിനോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛമാവാ, ഒന്നിങ്ങോട്ട് വരാമോ? പേടിക്കണ്ട, ഗോപിയുമായുള്ള എന്റെ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. വരൂ. എന്താ മോളെ? എനിക്കിപ്പോ സത്യം അറിയണം. മോള് കാര്യം എന്താണെന്ന് പറ. എന്റെ സ്വത്ത് വീതം വെച്ചെടുക്കാൻ വേണ്ടിയാണോ എന്നോട് ഗോപിയുടെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആണോ എന്നാണ് ചോദിച്ചത്. അല്ല, ഒരിക്കലും അല്ല. ഗോപിയുടെ മദ്രാസിൽ വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടോ? ഈശ്വര, ആരാ മോളോട് ഈ നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്? ശ്ശോ, കഷ്ടം. ഈ ശങ്കരൻകുട്ടി എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എന്തെല്ലാമാണെന്ന് എന്നോട് പറഞ്ഞത്. സ്വത്തിന് വേണ്ടിയായി വിവാഹം നടത്തുന്നത്. ഗോപിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ആ, സ്ലോ പോയ്സണിങ്. ദിവസേന ആഹാരത്തിൽ കുറേശ്ശെ വിഷം തന്ന് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുവത്ര. എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കിയേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതെല്ലാം ശങ്കരൻകുട്ടിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. അവസാനമായി പറയുക, ആരെതിർത്താലും ശരി, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ ഞാനും ഗോപിയേട്ടനുമായുള്ള വിവാഹം നടന്നിരിക്കും. നീ പോവാൻ വരട്ടെ. പെണ്ണുങ്ങളെല്ലാത്തേക്ക് പോയെ. എന്താ നിന്റെ ഉദ്ദേശം? മിടുക്കൻ. നീ വിനീതയോട് പറഞ്ഞു കൊടുത്തതെല്ലാം സത്യം തന്നെയാ. വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണും അല്ലേ? മുല്ലയ്ക്കൽ തറവാട്ടുകാരെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരെയും കുറിച്ച്. കൊല്ലും കൊലയും നടത്താൻ ഒരു മടിയുമില്ലാത്തവരാ ഞങ്ങള്. നിന്നെ ഇനിയും ജീവനോടെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ലടാ. വരട്ടെ പരമേശ്വര, ഒരു ചാൻസ് കൂടി ഇവന് കൊടുക്കാം. ഈ നിമിഷം ഈ തറവാട് വിട്ട്, അല്ല ഈ നാട് തന്നെ വിട്ടു പോയിക്കൊള്ളണം. ഇനി നിന്നെ ഇവിടെ എങ്ങാനും കണ്ടാൽ കേശവൻ കുട്ടിക്ക് കൊല്ലാൻ ഒരു പാപ്പാൻ കൂടി ഉണ്ടാവും. പോകോ, പോകാൻ. കാര്യങ്ങൾ നേരെയാക്കാൻ പരമാവധി ശ്രമിച്ചു. കഴിഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും കുറ്റക്കാരനായി കഴിയാനാവും വിധി. വരട്ടെടാ. നെല്ല് താലപ്പൊലിയും പഞ്ചവാദ്യവും ഒക്കെ വെച്ച് ഗംഭീരമായ ഒരു യാത്രയപ്പ് സൽക്കാരം നിനക്ക് നടത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഇനി പിന്നെയാവാം. എന്തായാലും എനിക്ക് സന്തോഷമായടാ. ഒരു തെരുവ് പട്ടിയെ പോലെയല്ലേ നിന്നെ അവർ ഇവിടുന്ന് പടിയിറക്കി വിട്ടത്. ആ സീൻ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എടാ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു ചൊല്ലുണ്ട്, ഓർത്തോ? ഇനി മുതൽ ഞാൻ ഇവിടുത്തെ കിങ് ആടാ, കിങ്. ഇങ്ങനെയെങ്കിലും നിന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ല. നന്ദിയുണ്ട് എല്ലാ സഹായത്തിനും. ജീവിതത്തിൽ ഒരിക്കലും ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, ശങ്കരൻകുട്ടി എന്ന നല്ല സുഹൃത്ത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഓ, പുതിയ നമ്പർ അല്ലേ? ഇടത്താനെ വലത്താനെ, ഇനി മുതൽ ഒന്നാം പാപ്പാൻ ഞാനാണ്. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്തേക്കും. ബെഡ് റെസ്റ്റ് വേണോന്നാ പറഞ്ഞത്. അത് വീട്ടിലെ ആകാമല്ലോ. അപ്പൊ നീ കല്യാണത്തിനില്ലെന്നാണോ? വരണോന്ന് ആഗ്രഹമില്ല ഞിട്ടാ. സാരല്ലടി, കല്യാണത്തിന് ശേഷമുള്ള നിന്റെ ആദ്യത്തെ വരുന്ന് എന്റെ വകയാ. ആ, അതൊക്കെ പോട്ടെ. അനന്തപത്മനാഭ സാറിന്റെ അവസ്ഥ എന്തായി? ആ, പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. അമ്മമാര് വേണ്ട രീതിയിൽ അവിടെ പുള്ളിക്കാരനെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. കയ്യും കാലും ഒടിക്കലിൽ കുറഞ്ഞ് ഒരു നടപടിയും വല്യമാവനില്ല. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അതെ, ഒന്ന് നിൽക്കൂ. വിനീത എന്നല്ലേ പേര്? അതെ. എന്നെ മനസ്സിലായിട്ടില്ലെന്നറിയാം. അനന്തുവിന്റെ അമ്മാവന. പക്ഷേ കുട്ടിയെ എനിക്കങ്ങനെ മറക്കാനാവില്ലല്ലോ. അനന്തുവിന്റെ വിവാഹ തലേന്ന് അവനെ തെരഞ്ഞ് വീട്ടിൽ വന്നിരുന്ന ഓർമ്മയില്ലേ? ആ വരവിൽ എന്തെല്ലാമാണെന്നോ തകർന്ന് തരിപ്പണമായത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ജീവിതം വലുതായിരിക്കാം, പക്ഷേ അയാൾ എന്നെ ചതിക്കാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇല്ല,
എല്ലാം കുട്ടിയുടെ തെറ്റിദ്ധാരണ. അവനാരെയും ചതിച്ചിട്ടില്ല. ബാധ്യതയുടെയും കടപ്പാടുകളുടെയും മുന്നിൽ അനന്തു ഒന്ന് തോറ്റുകൊടുത്തതേ ഉള്ളൂ. കുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാ അനന്തു നാട്ടിലേക്ക് വന്നത്. അവൻ വീട്ടിലേക്ക് വന്ന ദിവസം എന്റെ മകളുടെ വിവാഹത്തിന്റെ നിശ്ചയ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. സ്ത്രീധനമായി അവർ ആവശ്യപ്പെട്ടത് വലിയൊരു തുകയായിരുന്നു. അനന്തുവിന്റെ ഓരോ ബിസിനസിനും വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി കൊടുത്തില്ല ഞാൻ. പിന്നെ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? അവന്റെ ബിസിനസ് ആണെങ്കിൽ ഉദ്ദേശിച്ച പോലെ എങ്ങ് എത്തിയതുമില്ല. എങ്കിലും സ്ത്രീധന തുക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നു. സമാധാനായി. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല. ഈശ്വരൻ തന്നെ അത് മുടക്കി. മകൾക്ക് മാനസിക വൈകല്യമുള്ള കാര്യം വരന്റെ ആൾക്കാരാണ്. എന്റെ മോള് തകർന്നു, ഞങ്ങളൊക്കെ തകർന്നു. എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് അനന്തുവിന്റെ അമ്മ ഒരു പോംവഴി കണ്ടെത്തി. അനന്തുവിനെ കൊണ്ട് ലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കുക. വിധി അവിടെയും എന്റെ കുട്ടിയെ തുണയ്ക്കാനുണ്ടായില്ല. അവൻ മറ്റേതോ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്ര. കൊടുക്കം എന്താ പറയുക, കണ്ണീരിന്റെയും കടപ്പാടിന്റെയും കണക്ക് പറഞ്ഞ് അമ്മ അവനെ അടിയറവ് പറയിച്ചു. എല്ലാം അറിഞ്ഞിട്ടും മാനസിക രോഗിയായ എന്റെ മകൾക്ക് വേണ്ടി ഏതൊരച്ഛനെയും പോലെ ഞാനും സ്വാർത്ഥനാവുകയായിരുന്നു. ലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും സഹതാപത്തിന്റെ പേരിലല്ല താൻ ഇത് ചെയ്യുന്നതെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ അനന്തു പരമാവധി ശ്രമിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ ലക്ഷ്മിക്ക് വീണ്ടും സമനില തെറ്റിയാലോ എന്നവൻ ഭയന്നു. അതുകൊണ്ടാണ് വിനീത വന്ന ദിവസം തീരെ അടുപ്പമില്ലാത്ത രീതിയിൽ അവൻ പെരുമാറിയത്. പക്ഷേ എന്റെ മകൾ, അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുട്ടി അന്ന് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് പോയ ഉടൻ ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. മകളുടെ ശവദാഹത്തിന്റെ അന്ന് അനന്ത് വീട്ടിൽ നിന്നും പോയതാ. ഇതുവരെ അവരെ കുറിച്ച് ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമത്തിൽ ഇവളെ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ആശുപത്രിയും മരുന്നുമായുള്ള ഈ ജീവിതം. മോളെ, എന്റെ മോൻ പാവം. അവനെ ശപിക്കരുത്. എന്റെ മോൾ ഒരിക്കലും ശപിക്കരുത്.